ഹലോ നമസ്തേ, വെൽക്കം ടു എക്സ്പ്ലോർ വിത്ത് കോപ്സ്. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു അടിപൊളി ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കുന്ന കാണാം. ഞാനിവിടെ ഒരു 6 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 പേർക്ക് സുഖമായിട്ട് കുടിക്കാം. മടമടാന്ന് കുടിക്കുന്നവരാണെങ്കിൽ ഒരാൾക്കേ കുടിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇതൊക്കെ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ മതി, വെളിച്ചെണ്ണ വേണ്ട, വേറൊരു ടേസ്റ്റായിരിക്കും. സോ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 5-6 അല്ലി വരും. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. കൊറോണയ്ക്കല്ലേ, ഈ ടൈമിൽ നമുക്ക് പുറത്ത് പോയി ഹോട്ടലിൽ പോയൊക്കെ എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ ഇല്ലാത്ത അസുഖം എന്തിനാണ് നമ്മൾ വരുത്തി വയ്ക്കുന്നത്. സോ നമുക്കിനി വീട്ടിൽ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, ഒരു 15 മിനിറ്റ്സ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. സോ നമ്മുടെ ഗാർലിക്കായ ഇതിലേക്ക് ഞാൻ ഒരു സവാള കട്ട് ചെയ്തത്, വളരെ തിന്നായിട്ട് കട്ട് ചെയ്തതാണ്, അതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാനൊരു കുഞ്ഞു പീസ് പട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യരുത്. ഇതിലേക്ക് നമുക്കൊരു ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ സൂപ്പിന് നല്ല കളറും നല്ല ടേസ്റ്റും കിട്ടും. ഓക്കെ, നമ്മുടെ ക്യാരറ്റ് ഏകദേശം വന്നു. നമുക്കിതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായി നമുക്ക് ഉടഞ്ഞ് കിട്ടണം. ഇതിലേക്ക് 2 സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ടൊമാറ്റോ കുക്കായി കിട്ടാനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിനി അടച്ചു വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ടൊമാറ്റോ ഒക്കെ ഉടഞ്ഞു വരുന്ന പാകത്തിന് എടുക്കാം നമുക്ക്. ആയി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ജാറിലേക്ക് മാറ്റി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം നമുക്കിത് അരിച്ചെടുക്കണം. ഇനി അരച്ചതിന് ശേഷം പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സൂപ്പ് റെഡിയായി. ഇതിലേക്ക് നമുക്ക് ക്രീം ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പാല് യൂസ് ചെയ്യാം. ഞാനിവിടെ അല്പം വെള്ളവും 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇത് ഇറ്റാലിയൻ സീസണിങ് ആണ്, ഒറിഗാനോ ആണ്. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കേട്ടോ, വളരെ എളുപ്പത്തിലല്ലേ നമ്മളിപ്പോൾ ഒരു ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, വളരെ ഹെൽത്തിയാണ് ടൊമാറ്റോ സൂപ്പ്. സോ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.